കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിൽ PMAY പദ്ധതിയിൽ വീട് അനുവദിച്ച കുടുംബത്തിന് അമേരിക്കൻ മലയാളി സംഘടനയായ ഫോമയുടെ കൈത്താങ്ങ്. 1-2 ലക്ഷം രൂപയല്ല അവർ വീട് വയ്ക്കാനായി നൽകിയത്, 4 ലക്ഷം രൂപയാണ് കരുതലിന്റെ കരം നീട്ടി നൽകിയത്. കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിൽ നിന്നും നൽകുന്ന 4 ലക്ഷം രൂപയ്ക്ക് പുറമെ 4 ലക്ഷം രൂപ കൂടിയാണ് ഈ പദ്ധതിക്കായി ഫോമ നൽകുന്നത്. ഗുണഭോക്തൃ വിഹിതമായ കുടുംബം നൽകുന്ന 50,000 രൂപയും ചേർത്ത് 8.5 ലക്ഷം രൂപയ്ക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിക്കും. ഫോമ ജോയിന്റ് സെക്രട്ടറി പോൾ ജോസിന്റെ ഇടപെടലാണ് ഇതിന് കാരണമായത്. കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ശ്രീകുമാർ വീടിന്റെ തറക്കല്ലിടിയിൽ നിർവഹിച്ചു. ഇവിടെ ഈ വീടിന് പൈസ അനുവദിച്ച് കൊടുത്ത സംഘടനയ്ക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം സൂസൻ തോംസൺ അധ്യക്ഷയായിരുന്നു. ഏറ്റവും അധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ വാർഡിൽപ്പെട്ട ഈ കുടുംബത്തിന്, ഏറ്റവും അർഹതപ്പെട്ട ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു സഹായം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്ന് ഈ ഭവനം നല്ല ഭംഗിയായി പൂർത്തീകരിച്ച് നമുക്ക് ഒരു കയറി താമസം ഇതുപോലെ അടിപൊളിയായിട്ട് നടത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കരിങ്ങാട്ട്, DCC ജനറൽ സെക്രട്ടറി മാത്യു ചാമത്തിൽ, ഫോമ മുൻ പ്രസിഡന്റുമാരായ ശശിധരൻ നായർ, ഫിലിപ്പ് ചാമത്തിൽ, ഫോമ ഭാരവാഹികളായ രാജൻ യോഹന്നാൻ, സാമുവൽ മത്തായി, ഡെന്നിസ് മാത്യു, ജോസ്, പാസ്റ്റർ P. ശാമുവേൽ, കോർഡിനേറ്റർ അനിൽ തോമസ് എന്നിവർ പ്രസംഗിച്ചു. 2018 പ്രളയത്തിൽ 36 വീടുകൾ പത്തനംതിട്ട ജില്ലയിലെ പുളിക്കീഴിൽ നൽകി ഫോമ ജനകീയ ശ്രദ്ധ നേടിയിരുന്നു. അതിനുശേഷം കോവിഡ് കാലത്തും ഫോമ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൽകിയ സഹായങ്ങൾ വലുതായിരുന്നു. ഈ കുടുംബത്തിന്റെ സന്തോഷം നമ്മുടെ എല്ലാവരുടെയും സന്തോഷമാണ്. നമ്മുടെ പഞ്ചായത്തിൽ നിന്നും PMAY പദ്ധതിയിൽ, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയിലാണ് ഈ കുടുംബത്തിന് വീട് അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് 4 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ തുക കൊണ്ട് നമുക്കൊരു വീട് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. സാധാരണ നമുക്കറിയാം, പലയിടത്തും വീടിൻ്റെ പണി ആരംഭിച്ചത് പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. അവിടെയാണ് ഈ ഫോമയുടെ ഇടപെടൽ. ഫോമയുടെ ജോയിന്റ് സെക്രട്ടറി നമ്മുടെ ഈ പ്രദേശത്തു നിന്നുള്ള ശ്രീ പോൾ ജോസ്, ഞങ്ങളെല്ലാം ജോമോൻ ചാൻ എന്ന് വിളിക്കും, അദ്ദേഹം ഈ വിഷയം കണ്ട് ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം ഫോമയുടെ ഒരു വിഹിതമായിട്ട് ഈ 4 ലക്ഷത്തിന് കൂടെ വീണ്ടും ഒരു 4 ലക്ഷം രൂപയുടെ ഫോമ നൽകുവാനായിട്ട് സമ്മതിച്ചു. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ ഒരു വിഹിതമായി ഗുണഭോക്തൃ വിഹിതം എന്നുള്ള നിലയിൽ 50,000 രൂപ, അങ്ങനെ 8.5 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റാണ് ഈ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കല്ലിടിയിൽ നിർവഹിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സാമാണ് ഈ കോൺട്രാക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും ഒരു സന്തോഷവും സ്നേഹവുമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലേക്ക് നീങ്ങുന്നത്. അമേരിക്കൻ മലയാളി സംഘടനയായ ഫോമ കേരളത്തിലെ പ്രയാസവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കൊരു കൈത്താങ്ങായി നിന്നിട്ടുണ്ട്. ശ്രീ ഫിലിപ്പ് ചാമത്തല്ല പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് തിരുവല്ലയിൽ പുളുക്കീഴിൽ ഏതാണ്ട് 20ഓളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. 36 വീടുകളുടെ നിർമ്മാണം നടത്തി പൂർത്തീകരിച്ചു. ശ്രീ ജോൺ ഡൈറ്റസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇതുപോലെ തന്നെ 30 വീടുകളുടെ. അങ്ങനെ ഫോമ എക്കാലത്തും മലയാളി സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ, അതുമായി വളരെ അടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങനെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന അമേരിക്കയിലെ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ് ഫോമ. കല്ലുപ്പാറയിൽ ഇതുപോലെ അർഹരായ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കുന്നത് ഫോമയുടെ ഒരു ഔദാര്യമല്ല, അവരുടെ ഒരു വലിയ കടമയായിട്ടാണ് അവർ കാണുന്നത്. നമസ്കാരം. ഫോമ അമേരിക്കയിലും കാനഡയിലുമായിട്ട് 85 അസോസിയേഷൻ്റെ ഫെഡറേഷനാണ്. 85 അസോസിയേഷൻ്റെ ഫെഡറേഷനാണ്. പ്രളയം ഉണ്ടായപ്പം ഫോമ 40 വീട്, 36 വീട് ബറീസ്മാൻ പറഞ്ഞ പോലെ പുളിക്കീഴും, 3 വീട് നിലമ്പൂരും, 1 എറണാകുളത്തും, അങ്ങനെ 40 വീടാണ് വെച്ചു കൊടുത്തത്. ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിന് അർഹതയുള്ള ഒരു കുടുംബമാണ് ഈ വീട് വേണ്ടിയത്. ഏതായാലും വളരെ അർഹതയുള്ള ഒരാൾക്കാണ്. പോൾ ജോസിന്റെ താല്പര്യപ്രകാരമാണ് ഈ ഏറ്റവും അർഹതയുള്ള ഈ കുടുംബത്തിന് ഈ വീട് വെച്ചു കൊടുത്തത്. കൂടുതൽ വീടുകൾ ഈ ഫോമയ്ക്ക് ഈ പ്രദേശത്ത് വെച്ചു കൊടുക്കാൻ കഴിയട്ടെ. ഈ നാടിനെ മറക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഫോമയുടെ പ്രവർത്തകർ ഈ നാടിന് വേണ്ടിയിട്ട് ഈ ചെങ്ങന്നൂർ കരയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇതുപോലെ ആവശ്യക്കാർ ഇനിയുമുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സന്മനസ്സുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം രാജു സൂചിപ്പിച്ച പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ വീട് ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബമാണ് എന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും സംശയമില്ല.
85 ഓർഗനൈസേഷൻ്റെ ഒരു സ്ട്രോങ് ബിൽഡപ്പാണ് ഫോമയ്ക്കുള്ളത്. അതിൽ നമ്മുടെ പോൾ ജോസിൻ്റെ താല്പര്യപ്രകാരവും അദ്ദേഹത്തിൻ്റെ ഇച്ഛ അനുസരിച്ചുമാണ് ഇവർക്കത് സഹായിക്കാൻ ഫോമ തീരുമാനിച്ചത്. ഇങ്ങനെ ഇനിയും പല വീടുകൾ വെച്ചു കൊടുക്കാൻ ഫോമയ്ക്ക് കഴിയുമാറാകട്ടെ. പക്ഷേ അതിന് നമ്മുടെ പഞ്ചായത്ത് അതുപോലെ മറ്റുള്ള ആൾക്കാരുടെ സഹകരണം കൂടി ആവശ്യമാണ്. വളരെ ചെറുപ്പം തൊട്ട് സഹകരിച്ചു പോകുന്ന ഒരു കുടുംബമാണിത്. അപ്പം ഫോമയുടെ നേതൃത്വത്തിലും പഞ്ചായത്തും കൂടെ സഹകരിച്ച് ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ചു നൽകുവാനായിട്ട് ഉള്ള ഈ നടപടിയെ ഏറ്റവും അധികം ശ്ലാഘിക്കുന്നു. ഇവിടുത്തെ പഞ്ചായത്തിലെ ആൾക്കാരും പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു പ്രവൃത്തി നടത്തി. ഇതുപോലെ അനേകം ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഫോമയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സഹായിച്ചെന്നിരിക്കും. ജോസും നല്ല പ്രസിഡന്റും അവരൊക്കെ ഉള്ള ഇതായതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇതിന് അർപ്പിച്ചുകൊണ്ട് ഫോമയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ശശിധരൻ നായർ കൊളുത്തിയ ദീപശിഖ ഏകദേശം 18 വർഷമായി ലോകത്ത് എവിടെ മലയാളിക്ക് ഇപ്പോൾ ആവശ്യമുണ്ടോ അവിടെല്ലാം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ഏകദേശം 30 കോടിയിൽ പരം രൂപയുടെ ചാരിറ്റി ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്ക ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട്.